ഒരു 4 ക്വാഡ്രൻ്റ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ആക്റ്റീവ് ആൻഡ് പാസീവ് എലമെൻറ്റ്സ് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ പി വി ആൻഡ് ഐ എന്താണ് പോസിറ്റീവാണ്. പി ഈക്വൽ ടു വി ഐ ആയിരിക്കും, ദാറ്റ് ഈസ് പോസിറ്റീവ് പവർ ആയിരിക്കും. പോസിറ്റീവ് പവർ വന്നാൽ പാസീവ് എലമെൻ്റ് ആണ്. പാസീവ് എലമെൻറ്റിൻ്റെ പറയുന്ന പേരാണ് സിങ്ക് എന്ന്. ഇനി നമുക്ക് തേർഡ് ക്വാഡ്രൻറ്റ് നോക്കാം. ഇവിടെ മൈനസ് വി ആണ്, മൈനസ് ഐ ആണ്. പി ഈക്വൽ ടു മൈനസ് വി ഇൻറ്റു മൈനസ് ഐ, ദാറ്റ് ഈസ് പോസിറ്റീവ്. ദെൻ വീണ്ടും പോസിറ്റീവ് പവർ വന്നു, അതും പാസീവ് എലമെൻ്റ് ആണ്, സിങ്ക്. ഇനി സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ മൈനസ് വിയും ഐയും, മൈനസ് വി ഇൻറ്റു ഐ, മൈനസ് പവർ വന്നു. പവർ നെഗറ്റീവ് ആയതുകൊണ്ട് ആക്റ്റീവ് എലമെൻ്റ് ആണ്, സോഴ്സ് ആണ്. അതുപോലെ തന്നെയാണ് ഫോർത്ത് ക്വാഡ്രൻറ്റിലും മൈനസ് ഐ ഇൻറ്റു വി വന്നു, ദെൻ പവർ ഈസ് നെഗറ്റീവ്, ദെൻ ആക്റ്റീവ് എലമെൻ്റ് ആണ്, സോഴ്സ് ആണ്. അപ്പോൾ ആക്റ്റീവ് എലമെൻ്റ് എപ്പോഴും സെക്കൻഡ് ആൻഡ് ഫോർത്ത് ക്വാഡ്രൻറ്റിലും പാസീവ് എലമെൻ്റ് എപ്പോഴും ഫസ്റ്റ് ആൻഡ് തേർഡ് ക്വാഡ്രൻറ്റിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ വി ഐ ക്യാര വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ തന്നാൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. കാരണം ഫസ്റ്റ് ആൻഡ് തേർഡ് ക്വാഡ്രൻറ്റിൽ മാത്രമാണ് വി ഐ ക്യാരെങ്കിൽ അത് പാസീവ് എലമെൻ്റ് ആണ്. ഇനി ഫസ്റ്റ് ക്വാഡ്രൻറ്റിലും സെക്കൻഡിലും ഉണ്ടെങ്കിലോ, ഏതെങ്കിലും ഒരു സെക്കൻഡിലോ ഫോർത്തിലോ ഏതെങ്കിലും ഒരു ക്വാഡ്രൻറ്റിൽ വേവ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ക്യാര വരികയാണെങ്കിൽ അത് ആക്റ്റീവ് എലമെൻ്റ് ആണ്. പക്ഷേ ഫസ്റ്റിലും തേർഡിലും മാത്രമേ ഉള്ളൂവെങ്കിൽ അത് പാസീവ് എലമെൻ്റ് ആണ്.